ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ലോകത്തിൽ വച്ച് ഏറ്റവും വേദനാജനകമായ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് മരണമാണ്. ഇന്നലെ എൻ്റെ അപ്പച്ചൻ ഇഹലോകവാസം വെടിഞ്ഞപ്പോൾ 89 വയസ്സായി എന്നും ഉടൻ മരിക്കുമെന്ന് ഉറപ്പുള്ളതുമായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഓർമ്മ എന്നെയും കരയിച്ചു. അത്രയ്ക്ക് വേദനാജനകമാണ് ഓരോ വേർപാടും. നാം ഓരോരുത്തരും മരിക്കേണ്ടവരാണ് എന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യം ചോദിച്ചു പോകും: എല്ലാം നന്മയ്ക്കായി സൃഷ്ടിച്ച നന്മസ്വരൂപനായ ദൈവം എന്തുകൊണ്ട് ഈ മരണവും സൃഷ്ടിച്ചു എന്ന്. എന്നാൽ ഇന്നത്തെ വായനകൾ വ്യക്തമാക്കുന്നത്, പ്രത്യേകിച്ച് ഒന്നാമത്തെ വായന വ്യക്തമാക്കുന്നത്, ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല, ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുന്നുമില്ല, മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു, പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു എന്നാണ്. എന്തായിരുന്നു പിശാചിൻ്റെ അസൂയ? അത് മനുഷ്യനുണ്ടായിരുന്ന ഉത്ഭവ വിശുദ്ധി കണ്ടിട്ടായിരുന്നു. ആത്മാവിൻ്റെ ആന്തരിക ശക്തികൾക്ക് ശരീരത്തിൻ്റെ മേലുണ്ടായിരുന്ന നിയന്ത്രണം പരിപൂർണമായിരുന്നു. ദൈവത്തോടും സൃഷ്ടികളോടും അവന് ശരിയായ ബന്ധമുണ്ടായിരുന്നു. മരിക്കാതിരിക്കാൻ അവന് സാധിക്കുമായിരുന്നു. എന്നാൽ ആദിപാപത്തിലൂടെ മനുഷ്യൻ അതെല്ലാം നഷ്ടപ്പെടുത്തി മരണത്തിന് വാതിൽ തുറന്നു കൊടുത്തു. ഇത് വളരെ വ്യക്തമാകുന്നതാണ് മറിയത്തിൻ്റെ ജീവിതം. പരിശുദ്ധ കന്യകാമറിയം പാപസ്പർശമേൽക്കാതെ ജീവിച്ചവളാണ്. അതുകൊണ്ട് അവൾക്ക് വേദനയോടുകൂടി മരിക്കേണ്ടതായി വന്നില്ല. അവളുടെ ഇഹലോകവാസത്തിൻ്റെ പരിസമാപ്തിയെ പറയുന്നത് ദൊർമീറ്റ്സ്യോ മരിയെ, മറിയത്തിൻ്റെ നിദ്ര എന്നാണ്. ആത്മശരീരങ്ങളോടുകൂടി അവൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ഹേനോക്കിന്റെ ജീവിതവും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അവൻ ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു, ജീവിത അവസാനത്തിൽ അവനെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്തു എന്നാണ് പറയുന്നത്. ഇതാണ് സത്യത്തിൽ ഓരോ മനുഷ്യനും സംഭവിക്കേണ്ടിയിരുന്നത്. എന്നാൽ ആദിപാപത്തിലൂടെ പറുദീസയിൽ വച്ച് ആ ഉത്ഭവ വിശുദ്ധി നമുക്ക് നഷ്ടപ്പെട്ടു, മരണം പ്രവേശിച്ചു. പാപം മൂലം നഷ്ടപ്പെട്ട ആ നിത്യത വീണ്ടെടുക്കാൻ വേണ്ടിയാണ് യേശു ഈ മണ്ണിൽ പിറന്നത്. ഇന്നത്തെ സുവിശേഷത്തിലെ 2 അത്ഭുതങ്ങളിലൂടെ വരച്ചു കാട്ടുന്നതും അതുതന്നെയാണ്. ഒന്നാമതായി രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സുഖപ്പെടുത്തുന്നു. ലേവ്യരുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്ന സ്രവങ്ങൾ ഒരുവനെ അശുദ്ധമാക്കുന്നുവെന്ന് പറയുന്നുണ്ട്. ഇത് വളരെ പ്രതീകാത്മകമായിട്ടാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. എന്താണിത് അർത്ഥമാക്കുന്നത്? രക്തം ശരീരത്തിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ അതിന് ജീവനുണ്ട്. എന്നാൽ അത് പുറത്തു വരുമ്പോൾ ജീവൻ നഷ്ടമാകുന്നു. നമുക്കറിയാം, പാപത്തിൻ്റെ ഫലമാണ് ജീർണത. അങ്ങനെയെങ്കിൽ പാപം ഒരുവനെ അശുദ്ധമാക്കുന്നു എന്നാണ് അവിടെ വ്യക്തമാക്കുന്നത്. പാപത്തെ സ്പർശിക്കുന്നവരും പാപത്തെ സ്പർശിക്കുന്ന എന്തും അശുദ്ധമാകും എന്നത് യാഥാർത്ഥ്യം. ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം ചെയ്ത മനുഷ്യനെ ദൈവം ശിക്ഷിച്ചപ്പോൾ അവൻ്റെ പാദസ്പർശമേറ്റ മണ്ണിനെ അവിടുന്ന് ശപിച്ചു തള്ളി. നീ മൂലം ഈ മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും എന്ന്. സങ്കീർത്തനത്തിൽ പറയുന്നത്, പാപനിമിത്തം അങ്ങ് മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതെല്ലാം അവിടുന്ന് കീടത്തെ പോലെ നശിപ്പിക്കുന്നു എന്നാണ്. പാപികളോടുള്ള നമ്മുടെ കൂട്ട് നമ്മെയും അശുദ്ധമാക്കുന്നു എന്ന് നമുക്ക് ഓർമ്മിക്കാം. അതിനാൽ രക്തസ്രാവക്കാരി സ്ത്രീ മാനവകുലത്തിൻ്റെ പ്രതീകമാണ്. 12 വർഷക്കാലം പല വൈദ്യന്മാരും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവളുടെ സമ്പത്ത് മുഴുവൻ നഷ്ടമാവുകയും അവളുടെ സ്ഥിതി പരിതാപകരമാവുകയുമാണ് ചെയ്തത്. അവസാനം അവൾ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരുന്നു, സൗഖ്യം നേടുന്നു. അതായത് യേശുവിലൂടെ മാത്രമാണ് മനുഷ്യന് രക്ഷ സാധ്യമാകുന്നത്. കാരണം നിത്യം ജീവിക്കുന്ന ദൈവപുത്രനാണ് യേശുനാഥൻ. അവനിലൂടെ മാത്രമേ മരണത്തിൻ്റെ പിടിയിലായ മനുഷ്യന് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി 2ാമത്തെ അത്ഭുതം നോക്കുക. ജൈറോസിന്റെ മകളെ സുഖപ്പെടുത്തുന്ന അത്ഭുതം. ഏറെ പ്രത്യേകതകൾ അതിനുണ്ട്. ജൈറോസ് ഒരു സിനഗോഗ് അധികാരിയായിരുന്നു എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അല്പം വിലയും നിലയുമുള്ള ഒരാൾ. മാത്രമല്ല, ഫരിസേയരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ഫരിസേയരാണ് സിനഗോഗ് നടത്തിപ്പിന് നേതൃത്വം നൽകിയിരുന്നവർ. ഒരു ഫരിസേയനെ സംബന്ധിച്ച് യേശു മോശയുടെ നിയമങ്ങൾ തെറ്റിച്ച് അലഞ്ഞു നടക്കുന്ന ഒരു യഹൂദ യുവാവാണ്. അപ്രകാരമുള്ള ഒരു മനുഷ്യന്റെ അടുത്തേക്കാണ് ജൈറൂസ് പോകുന്നത് എന്ന് പറഞ്ഞാൽ
ഇന്നുവരെ അവൻ കരുതിയിരുന്നതും അവൻ വിശ്വസിച്ചിരുന്നതുമായ പലതും മാറ്റിവെച്ചിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു എന്നാണ്. അവൻ യേശുവിൻ്റെ കാൽക്കൽ വീണു താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മകളെ സൗഖ്യപ്പെടുത്തണമെന്ന്. ഇവിടെ വെളിവാകുന്നത് ക്രിസ്തുവിലുള്ള അവൻ്റെ വിശ്വാസവും എളിമയുമാണ്. വിശ്വാസം ഏറ്റുപറയുന്നതോടുകൂടി യേശു അവൻ്റെ ഭവനത്തിലേക്ക് വരുന്നു, ബാലികയെ ഉയർപ്പിക്കുന്നു. ഈ അത്ഭുതം യഥാർത്ഥത്തിൽ ജ്ഞാനസ്നാനത്തിൻ്റെ മുൻരൂപവും വിശ്വാസം വഴി ഒരാൾ എങ്ങനെ രക്ഷ പ്രാപിക്കുന്നു എന്നതിനുള്ള തെളിവുമാണ്. കാരണം ക്രിസ്തുവിൻ്റെ കൃപയാൽ ജീവനിലേക്ക് പുനരുദ്ധരിക്കുന്നതാണ് ജ്ഞാനസ്നാനം. ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞത് ജായിറൂസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുമകൾ മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നു. സമാനമായി മാമോദീസയിൽ മാതാപിതാക്കളുടെ വിശ്വാസ പ്രഖ്യാപനത്താലാണ് നാം എല്ലാവരും ഉത്ഭവ പാപത്തിൽ നിന്ന് മോചിതരായി ജീവനിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ മാമോദീസയോടുകൂടി ആ രക്ഷ പൂർത്തിയാക്കപ്പെടുന്നില്ല. കിട്ടിയ ദൈവവര പ്രസാദം പരിപോഷിപ്പിക്കപ്പെടേണ്ടതുണ്ട്. സുവിശേഷം ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനം സുവിശേഷം വളരെ നിസ്സാരമെന്ന് തോന്നിക്കുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അവൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവൻ നിർദ്ദേശിച്ചു എന്ന്. തിരുവചനത്തിലെ ഓരോ വാക്യവും ഏറെ പ്രധാനപ്പെട്ടതാണ്. ജീവനിലേക്ക് പ്രവേശിച്ച ജായിറൂസിന്റെ ചെറുമകൾക്ക് ഭക്ഷണം കൊടുക്കും എന്നത് തീർച്ചയാണ്. എന്നാൽ സുവിശേഷം അത് എടുത്തു പറയുന്നുവെങ്കിൽ ആഴമായ മറ്റൊരർത്ഥം ഉണ്ടെന്ന് ചുരുക്കം. യേശു അവർക്ക് നിർദ്ദേശിക്കുന്ന ഭക്ഷണം പരിശുദ്ധ കുർബാനയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാതാപിതാക്കന്മാരുടെ വിശ്വാസത്തിൽ മാമോദീസ സ്വീകരിച്ചുവെങ്കിലും ആ നിത്യജീവൻ പരിപോഷിപ്പിക്കപ്പെടുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്. ഭക്ഷണമെന്നത് രണ്ട് രീതിയിൽ മനസ്സിലാക്കണം. ഒന്ന്, ദൈവവചനം. നിയമാവർത്തന പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പ്രത്യുത ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ട് കൂടിയുമാണ് എന്നാണ്. ആ വചനം തന്നെയാണ് ക്രിസ്തു. ആ ക്രിസ്തു തന്നെയാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, കൂദാശകൾ കൂടാതെ ഒരു മനുഷ്യനും രക്ഷ സാധ്യമല്ല എന്ന് അസന്നിഗ്ധമായി യേശു ഇവിടെ പഠിപ്പിക്കുകയാണ്. ദൈവം നമ്മെ സ്പർശിക്കുന്നത് കൂദാശകൾ വഴിയാണ്. മാമോദീസയിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അംഗമാകുന്നുവെങ്കിലും അവൻ്റെ ചോരയും ശരീരവും നമ്മിലെ നിത്യജീവൻ പരിപോഷിപ്പിക്കുന്നു. അതുകൊണ്ട് നിത്യതയിൽ ജീവിക്കാനുള്ള മരുന്നാണ് പരിശുദ്ധ കുർബാന. അതിനാൽ പരിശുദ്ധ കുർബാന മുടക്കിയുള്ള ഒരു ജീവിതം ക്രൈസ്തവ ജീവിതത്തിന് അഭികാമ്യമല്ല. എത്ര തന്നെ ദൈവവിശ്വാസമുണ്ടെന്ന് ഒരാൾ പറഞ്ഞാലും കൂദാശകൾ ഇല്ലാതെ ഒരാൾക്ക് രക്ഷ പ്രാപ്യമല്ല. കാരണം കൂദാശ നമ്മെ അവനുമായി പരിപൂർണമായി ബന്ധിപ്പിക്കുന്നു. ഈ രണ്ട് അത്ഭുതങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് രണ്ടുപേരെയും യേശു അഭിസംബോധന ചെയ്യുന്നത് കുടുംബ ബന്ധങ്ങളിലൂടെയാണ്. രക്തസ്രാവക്കാരി സ്ത്രീയെ വിളിക്കുന്നത് മകളെ എന്നാണ്. ജായിറൂസിന്റെ മകളെ വിളിക്കുന്നത് ബാലികയെ എന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബത്തിൽ അംഗമാകുന്നു എന്നർത്ഥം. മാമോദീസയിലൂടെ നാം ഓരോരുത്തരും അവൻ്റെ കുടുംബത്തിൽ അംഗമാകുന്നു. കുടുംബത്തിൽ അംഗമാകുമ്പോൾ അവൻ്റെ മേശയിലിരുന്ന് ഭക്ഷിക്കാനും യോഗ്യത നേടുന്നു. അതാണ് കൂദാശകളുടെ ശക്തി. നമ്മൾ അവൻ്റെ കുടുംബത്തിൽ അവനോടൊപ്പം ഇരുന്ന് ഭക്ഷിക്കുന്നു. ഓരോ ബലിയർപ്പണത്തിലും നമ്മൾ യാഥാർത്ഥ്യമാക്കുന്നത് ഇതാണ്. നമ്മൾ ഇതുവരെ കേട്ടത് യേശുവിൻ്റെ രക്ഷാകര രഹസ്യവുമായി ബന്ധപ്പെട്ടതായിരുന്നുവെങ്കിൽ ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ്. നോക്കുക, സമൂഹത്തിൽ ഇത്തിരി അറിയപ്പെടുന്ന ഒരു വ്യക്തി ജായിറൂസ്. അദ്ദേഹം യേശുവിനെ ക്ഷണിച്ചപ്പോൾ അവൻ്റെ കൂടെ യേശു പോകുന്നുണ്ട്. എന്നാൽ തൊട്ടടുത്ത നിമിഷം ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രത്തിലെങ്കിലും സ്പർശിക്കാൻ ആഗ്രഹിച്ച് കാത്തുനിന്നപ്പോൾ യേശു അവളുടെ കാര്യവും ഗൗനിക്കാതെ കടന്നു പോകുന്നില്ല. അവിടെ നിന്ന് അവളോട് സംസാരിച്ചു അവളെ സൗഖ്യപ്പെടുത്തിയിട്ടാണ് അവൻ കടന്നു പോകുന്നത്. ഈ പ്രവൃത്തി മൂലം ഭവനത്തിലെത്താൻ അല്പം വൈകി എന്നത് വ്യക്തമാണ്. ആ സമയം ജായിറൂസിന്റെ ഭവനത്തിൽ നിന്ന് ഏതാനും പേർ വന്ന് ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുകയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും, ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് ദൈവം യഥാസമയം ചെവിക്കൊള്ളുന്നില്ല എന്ന്. ഒന്നാമതായി, ദൈവത്തിൻ്റെ സമയം നമ്മുടെ സമയമല്ല എന്നതാണ്.
മാത്രമല്ല, ഗോഡ്സ് ഡിലേ ഈസ് നോട്ട് ഗോഡ്സ് ഡിനയൽ. ദൈവത്തിൻ്റെ കാലതാമസം ഒരിക്കലും ദൈവത്തിൻ്റെ നിഷേധമല്ല, മറിച്ച് കൂടുതൽ വലുതും മഹത്തരവുമായ ഒരു അത്ഭുതം പ്രവർത്തിക്കാനാണ്. ഒരുപക്ഷെ രോഗബാധിതയായ ജായറുസിൻ്റെ ചെറുമകളുടെ അടുത്ത് യഥാസമയം എത്തിയിരുന്നുവെങ്കിൽ നമ്മൾ കാണുന്നത് കേവലം ഒരു രോഗസൗഖ്യം ആയിരുന്നേനെ. എന്നാൽ ഒരല്പം വൈകി വന്നപ്പോൾ അവിടെ സംഭവിക്കുന്നത് മരണത്തിൽ നിന്ന് ഒരുവളെ ജീവനിലേക്ക് പിടിച്ചുയർത്തുന്ന വലിയ അത്ഭുതമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരത്തിനുള്ള കാലതാമസം ഒരിക്കലും ദൈവത്തിൻ്റെ നിഷേധമല്ല എന്ന് തിരിച്ചറിയാം, മറിച്ച് കൂടുതൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാനുള്ള അവസരമാണ്. അതിനാൽ കൂടുതൽ വിശ്വാസത്തോടും സ്ഥിരോത്സാഹത്തോടും തീഷ്ണതയോടും കൂടെ അവിടുത്തെ സമീപിക്കാൻ നമുക്ക് കൃപയുണ്ടാകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.